ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് ഇതെന്തു പറ്റി എന്നുള്ള ചോദ്യം അന്തരീക്ഷത്തിലാകെ നിറഞ്ഞു നിൽക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഇന്ത്യൻ പാർലമെന്റിൽ ലോക്സഭയിൽ വനിതാ ബില്ല് പരാജയപ്പെട്ടതോടുകൂടി നരേന്ദ്രമോദിക്ക് അദ്ദേഹത്തിൻ്റെ സ്ഥലകാല വിഭ്രമം സംഭവിച്ചു എന്ന വാർത്തകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായി വിവിധ സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഒരു ഘട്ടത്തിൽ തന്നെ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഔദ്യോഗിക സാറ്റലൈറ്റ് ചാനലായിട്ടുള്ള ദൂരദർശൻ വഴി അദ്ദേഹം രാജ്യത്തെ അഭിസംബോധന ചെയ്തു. രാജ്യം വളരെ നിർണായകമായ ചില ഘട്ടങ്ങളിൽ മാത്രമാണ് അതിൻ്റെ പ്രധാനമന്ത്രിമാർ രാജ്യത്തെ അഭിസംബോധന ചെയ്യാറുള്ളത്. പക്ഷേ ഒരു ബില്ല് ലോക്സഭയിൽ പരാജയപ്പെട്ടു എന്ന് കണ്ടപ്പോൾ, നേരത്തെ തന്നെ ആ ബില്ല് പരാജയപ്പെടും എന്നറിഞ്ഞ ഒരു രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി ആ ബില്ല് പരാജയപ്പെട്ടതുമായി ബന്ധപ്പെട്ട വിഷയം മാധ്യമങ്ങൾ വഴി, പ്രത്യേകിച്ച് ഔദ്യോഗിക മാധ്യമം വഴി രാജ്യത്തെ അഭിസംബോധന ചെയ്യുന്ന അത്യപൂർവമായിട്ടുള്ളൊരു സാഹചര്യത്തിനാണ് ഇന്ത്യ രാജ്യം സാക്ഷ്യം വഹിച്ചത്. രാജ്യത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് ഒരു കാലഘട്ടത്തിലും അതാത് കാലഘട്ടത്തിലെ പ്രധാനമന്ത്രിമാർ പറയാത്ത രീതിയിൽ മറുഭാഗത്ത് നിൽക്കുന്ന രാഷ്ട്രീയ പാർട്ടികളുടെ പേരുകൾ തുടർച്ചയായി ഉപയോഗിക്കുകയും അവരെ പൊതുമധ്യത്തിൽ അപഹസിക്കാൻ വേണ്ടി തയ്യാറാവുകയും ചെയ്ത അത്യപൂർവമായിട്ടുള്ളൊരു കാഴ്ചക്കാണ് ഇന്ത്യ സാക്ഷ്യം വഹിച്ചത്. അതിനുശേഷം ഇന്ത്യയിൽ ലിംഗപരമായിട്ടുള്ള ഒരു വിഭജനം നടത്തുക എന്ന നരേന്ദ്രമോദിയുടെ ആഗ്രഹം, ആ ആഗ്രഹം നടക്കാതെ പോയതിന് ശേഷമാണ് അദ്ദേഹം തെരഞ്ഞെടുപ്പ് നടക്കാൻ വേണ്ടി പോകുന്ന തമിഴ്നാട്ടിലേക്ക് പ്രചരണത്തിന് വേണ്ടി പോയത്. ആ പ്രചരണത്തിൽ പോയപ്പോൾ അദ്ദേഹം ധരിച്ച വസ്ത്രം, അദ്ദേഹത്തിൻ്റെ സ്കിന്നിൽ വന്നിരിക്കുന്ന നിറവ്യത്യാസം, അതാണ് ഇന്ന് മാധ്യമങ്ങൾ വളരെ ശക്തമായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. പൊതുവെ നല്ല നിറമുള്ള നരേന്ദ്രമോദി, വളരെ സുന്ദരനായിട്ടുള്ള നരേന്ദ്രമോദി, അദ്ദേഹത്തിൻ്റെ മുഖത്തിൻ്റെ നിറം അല്പം മങ്ങിച്ചുകൊണ്ടാണ് തമിഴ്നാട്ടിൽ പ്രചരണ രംഗത്തേക്ക് പ്രവേശിച്ചത്. സത്യത്തിൽ ഇത് തമിഴ് വംശജരായ ആളുകളെ ആക്ഷേപിക്കുന്ന തരത്തിലുള്ള ഒരു പ്രകടനമായി മാറിയെന്നും പ്രച്ഛന്ന വേഷധാരിയായിട്ടുള്ള ഇന്ത്യൻ പ്രധാനമന്ത്രിക്കെതിരെ അതിശക്തമായിട്ടുള്ള പ്രതികരണം ഉണ്ടാകണമെന്നും തമിഴ് മാധ്യമങ്ങൾ വളരെ ശക്തമായി ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. തമിഴ് മാധ്യമങ്ങൾ മാത്രമല്ല, ദേശീയ മാധ്യമങ്ങളിൽ ചിലതും കേരളത്തിൽ നിന്ന് പുറത്തു വരുന്ന പല മാധ്യമങ്ങളുടെ സോഷ്യൽ മീഡിയ സങ്കേതങ്ങളിലും ഇപ്പോൾ ഈ വാർത്തകൾ നിറഞ്ഞു നിൽക്കുകയാണ്. ഇതെന്തു പറ്റി ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് എന്നുള്ള ചോദ്യം വളരെ ശക്തമാണ്. അതിനിടയിലാണ് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ശ്രദ്ധയിൽപ്പെട്ടത്. സാമാന്യം വെളുത്ത നിറമുള്ള മോദി തമിഴ്നാട്ടിൽ പ്രചാരണത്തിന് വരുമ്പോൾ മേക്കപ്പ് ഉപയോഗിച്ച് ഒരൽപ്പം കറുപ്പ് നിറമുള്ള മോദിയായിട്ടാണ് പ്രചരണത്തിനെത്തിയത്. ഇന്ന് ഇക്കാര്യം എല്ലാ മാധ്യമങ്ങളിലും വിപുലമായി ചർച്ച ചെയ്യപ്പെടുകയും ചെയ്യുകയാണ്. വടക്കേ ഇന്ത്യയിൽ ഇലക്ഷൻ പ്രചരണം നടക്കുമ്പോൾ ജയ് ശ്രീറാം മുഴക്കിയും ഹരഹര മഹാദേവ മുഴക്കിയും, തമിഴ്നാട്ടിൽ പ്രചാരണത്തിനെത്തുമ്പോൾ വീരവേൽ, ശക്തിവേൽ എന്നിങ്ങനെ മുരുകസ്തുതികൾ മുഴക്കിയും, കേരളത്തിൽ പ്രചരണത്തിനെത്തുമ്പോൾ സ്വാമിയേ ശരണമയ്യപ്പ എന്ന അയ്യപ്പ സ്തുതി മുഴക്കിയുമാണ് നരേന്ദ്രമോദിയും അവരുടെ സംഘപരിവാർ സംഘങ്ങളും വോട്ട് ചോദിക്കുന്നത്, പ്രത്യേകിച്ച് ജനങ്ങളോടും. അല്ലാതെ ജനോപകാരപ്രദമായ എന്തെങ്കിലും രാഷ്ട്രീയ അജണ്ടകൾ മുൻനിർത്തിയല്ല വോട്ട് ചോദിക്കുന്നത് എന്നത് ശ്രദ്ധേയമാണ്. എന്തുകൊണ്ടാണ് BJPക്ക് ജനോപകാരപ്രദമായ അജണ്ടകൾ ഇല്ലാതെ പോയത്? തെരുവ് വായാടിത്തമല്ലാതെ, അല്ലെങ്കിൽ ഡൈനഗോഗി എന്ന് പറയാം, ജനങ്ങളെ ചേരിതിരിച്ചുള്ള വർഗീയ പ്രചരണങ്ങളല്ലാതെ, സത്യവുമായി പുലബന്ധമില്ലാത്ത അസത്യ അർദ്ധസത്യ പ്രചരണങ്ങൾ അല്ലാതെ, ജനങ്ങളുമായി നേർക്കുനേർ ബന്ധപ്പെടുന്ന ജനങ്ങളുടെ നിത്യനിദാന ജീവിതവുമായി ബന്ധമുള്ള ഒരു നല്ല രാഷ്ട്രീയ അജണ്ട എന്തേ BJPക്ക് ഇല്ലാതെ പോയി എന്നുള്ളതാണ് ചോദിക്കുന്നത്. ജനമധ്യത്തിൽ പ്രവർത്തിക്കുന്ന എല്ലാതരം രാഷ്ട്രീയ സംഘടനകൾക്കും, എന്തിന് അരാഷ്ട്രീയ സംഘടനകൾക്ക് പോലും ഒരുപാട് വിമോചന സ്വപ്നങ്ങൾ കാണും. ദരിദ്രരില്ലാത്ത ഇന്ത്യ, നിരക്ഷരരില്ലാത്ത ഇന്ത്യ, വിദ്യാഭ്യാസവും ആരോഗ്യവുമുള്ള യുവതിയും യുവാക്കളുമുള്ള ഇന്ത്യ, ലിംഗസമത്വമുള്ള ഇന്ത്യ, എല്ലാവർക്കും മികച്ച തൊഴിലവസരങ്ങളുള്ള ഇന്ത്യ, എല്ലാവർക്കും നല്ല പാർപ്പിടങ്ങളുള്ള ഇന്ത്യ, അങ്ങനെയുള്ള വീക്ഷണങ്ങളെയാണ് വിമോചന സ്വപ്നങ്ങൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്.
എന്നാൽ അത്തരം യാതൊരു പദ്ധതിയും ഇല്ലാത്ത ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമായി BJP അധപ്പതിച്ചിരിക്കുന്നു. അവർ ആകെ മുന്നോട്ട് വയ്ക്കുന്ന കാര്യം ഹിന്ദു മതത്തെയും ഹിന്ദു ദൈവങ്ങളെയും തങ്ങൾ സംരക്ഷിച്ചു കൊള്ളാം എന്ന ഏക കാര്യമാണ്. ഇന്ത്യ പോലെ വ്യത്യസ്തമായ മതഭാഷ സാംസ്കാരിക ചരിത്രമുള്ള ഒരു ജനതയ്ക്ക് ഇതുപോലൊരു പിന്തിരിപ്പൻ രാഷ്ട്രീയ പാർട്ടി ഒരു ബാധ്യതയാണ്. അതിൻ്റെ വളർച്ച ഈ നാടിനെ ഛിന്നഭിന്നമാക്കാൻ മാത്രമേ ഉപകരിക്കൂ. ഇന്ത്യൻ ജനാധിപത്യത്തിന് BJP ഒരു വലിയ ഭീഷണി തന്നെയാണ്. ഇന്ത്യൻ മതേതരത്വത്തിന് BJP ഒരു നാണക്കേടാണ്. ഇന്ത്യയുടെ ഫെഡറൽ സ്വഭാവങ്ങൾക്ക് ഇണങ്ങാത്ത ഒരു രാഷ്ട്രീയ അജണ്ടയാണ് BJPക്കുള്ളത്. അത് ഈ നാടിനെ തകർക്കാൻ മാത്രമേ ഉപകരിക്കൂ. നാനാത്വത്തിൽ ഏകത്വം എന്ന ഇന്ത്യയുടെ കാലാകാലങ്ങളായുള്ള ദേശീയ മുദ്രാവാക്യത്തിനിണങ്ങുന്ന രാഷ്ട്രീയ പദ്ധതിയല്ല BJPക്കുള്ളത്. ഇന്നത്തെ ലോക്സഭയിൽ 240 അംഗങ്ങളാണ് BJPക്കുള്ളത്. അതിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ ന്യൂനപക്ഷമായ മുസ്ലിം ജനവിഭാഗത്തിൽ നിന്നും ഒരംഗം പോലുമില്ല. ഇന്ത്യയിലെ മറ്റൊരു പ്രബല ന്യൂനപക്ഷ വിഭാഗമായ ക്രിസ്ത്യൻ സമുദായത്തിൽ നിന്നും ഒരംഗമില്ല. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് ചൂരും പകർന്ന ന്യൂനപക്ഷ വിഭാഗമായ സിഖ് സമുദായത്തിൽ നിന്നും ഒരംഗമില്ല എന്നുള്ളത് കഷ്ടമാണ്. അതായത് ഇന്ത്യയുടെ ബഹുസ്വരതയെ പ്രതിനിധീകരിക്കുന്ന ഒരു രാഷ്ട്രീയ കക്ഷിയല്ല BJP എന്ന് ചുരുക്കം. അത്തരം ഒരു രാഷ്ട്രീയ കക്ഷിക്ക് വളർന്ന് പടർന്ന് പന്തലിക്കാൻ നമ്മൾ ഈ നാട്ടിൽ അവസരം കൊടുക്കണോ എന്നൊരു വലിയ ചോദ്യമാണ് കേരളത്തിലെ എന്ന് മാത്രമല്ല ഇന്ത്യൻ ജനാധിപത്യ സമൂഹത്തിൻ്റെ തന്നെ മുന്നിലുള്ളത്. ഷിബു വടക്കാഞ്ചേരിയാണ് ഈ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. സത്യത്തിൽ ഇന്ത്യ ഉയർത്തിവിടേണ്ട നിരവധിയായിട്ടുള്ള വിഷയങ്ങളുണ്ട്. ഇന്ത്യ കൈകാര്യം ചെയ്യേണ്ട വിഷയങ്ങളുണ്ട്. ഇന്ത്യൻ പ്രധാനമന്ത്രി എന്നുള്ള രീതിയിൽ എടുത്തുപയോഗിക്കേണ്ട പ്രധാനപ്പെട്ട ഉത്തരവാദിത്വങ്ങളുണ്ട്. പ്രത്യേകിച്ച് ലോകം മുഴുവൻ ഒരു യുദ്ധത്തിൻ്റെ കെടുതിയിൽ നിൽക്കുകയാണ്. അമേരിക്കയും ഇസ്രയേലും തൊടുത്തുവിടുന്ന യുദ്ധക്കെടുതിയുടെ മറവിൽ ഇറാൻ മാത്രമല്ല തകർന്നു പോകുന്നത്. പശ്ചിമേഷ്യൻ രാജ്യങ്ങളിലാകെ ഈ തകർച്ച ഇപ്പോൾ വ്യക്തമാണ്. പശ്ചിമേഷ്യൻ രാജ്യങ്ങൾക്കപ്പുറം ലോകമാസകലം ഈ യുദ്ധത്തിൻ്റെ കെടുതിയുടെ വ്യത്യസ്ത ഭാഗങ്ങൾ നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. അവിടെയെല്ലാം ലോകം പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുന്നത് ഒരു വിശ്വഗുരുവിനെയാണ്. BJPക്കാർ വിശ്വഗുരു എന്ന് വിളിക്കുന്ന നരേന്ദ്രമോദിക്ക് ഇത്തരം വിഷയങ്ങളിൽ ഇടപെടാൻ ഒരു സാഹചര്യത്തിലും സാധിക്കാതെ പോകുന്നു എന്നുള്ളത് ഇന്ത്യക്ക് അപമാനമായി വന്നിരിക്കുകയാണ്. ലോകത്ത് നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷം വ്യത്യസ്ത യുദ്ധങ്ങളുണ്ടായി. ആ യുദ്ധങ്ങളിലൊന്നും ഒരു മീഡിയേറ്റർ എന്നുള്ള രീതിയിൽ ഇന്ത്യയുടെ പാരമ്പര്യത്തെ കാക്കാൻ നരേന്ദ്രമോദിക്ക് സാധിച്ചില്ല എന്നുള്ളത് ദുഃഖകരമായിട്ടുള്ള കാര്യമാണ്. ചേരിചേര പ്രസ്ഥാനമുണ്ടാക്കി ലോക രാജ്യങ്ങൾ രണ്ടായി നിലനിൽക്കുന്ന ഒരു കാലഘട്ടത്തിൽ സോഷ്യലിസവും അതുപോലെ തന്നെ മുതലാളിത്തവും ലോകം വാണ ഒരു കാലഘട്ടത്തിൽ ചേരിചേര പ്രസ്ഥാനമുണ്ടാക്കി ലോകത്തിൻ്റെ മധ്യസ്ഥത വഹിച്ച ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിനെ ലോകം ഇപ്പോൾ ആരാധനയോടുകൂടി നോക്കുകയാണ്. ലോകത്തേത് അപകടമുണ്ടാകുമ്പോഴും പാഞ്ഞുപോകുന്ന ഇന്ദിരാഗാന്ധിയെ ഇന്ന് ലോകം വളരെ ആദരവോടുകൂടിയാണ് ഓർക്കുന്നത്. ഐക്യരാഷ്ട്രസഭാ സമ്മേളനം നടക്കാൻ സമയമായിട്ടും ഇന്ത്യയുടെ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധി എത്താതായപ്പോൾ ഐക്യരാഷ്ട്രസഭ സെക്രട്ടറി ജനറൽ പറഞ്ഞു യോഗം ആരംഭിക്കാറായി, പക്ഷേ വെളിച്ചം എത്തിയിട്ടില്ല എന്ന്. ഇങ്ങനെയുള്ള വലിയൊരു പാരമ്പര്യം നിലനിൽക്കുന്ന രാഷ്ട്രത്തിനകത്ത് നരേന്ദ്രമോദിയുടെ ഇപ്പോഴത്തെ നിസ്സംഗത വലിയ ചോദ്യമായി നിലനിൽക്കുകയാണ്. ആ ചോദ്യം നിലനിൽക്കുമ്പോഴാണ് മതത്തിൻ്റെ പേരിൽ അതുപോലെ തന്നെ ലിംഗത്തിൻ്റെ പേരിൽ രാജ്യത്തെ വിഭജിക്കാനുള്ള രാഷ്ട്രീയ തന്ത്രജ്ഞതയുമായി നരേന്ദ്രമോദി മുന്നോട്ട് പോകുന്നത്. അതിനെല്ലാം അപ്പുറം നിറത്തിൻ്റെ പേരിൽ പോലും വോട്ട് ബാങ്ക് രാഷ്ട്രീയം ഉണ്ടാക്കിക്കളയാം എന്ന അദ്ദേഹത്തിൻ്റെ കുതന്ത്രത്തിൻ്റെ ചിത്രമാണ് ഇപ്പോൾ തമിഴ്നാട്ടിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയുന്ന നരേന്ദ്രമോദിയുടെ നിറമില്ലാത്ത പുതിയ ചിത്രങ്ങൾ.